സംസ്ഥാനത്ത് എലിപ്പനി ബാധയും മഞ്ഞപ്പിത്തവും അപകടകരമായ രീതിയിൽ ഉയരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ ഗുരുതര വീഴ്ചയാണ് കാരണമെന്ന് കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. സമീപകാലത്തെ ഏറ്റവും ഉയർന്ന എലിപ്പനി മരണക്കണക്കാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വർഷം ഇതുവരെ എലിപ്പനി ബാധിച്ച് മരിച്ചത് 260 പേരാണ്. മങ്കി പോക്സിന്റെയും നിപ്പയുടെയും ഭീതിയിലാണ് കേരളം. അതിനിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കണക്കുകളുണ്ട്. മറ്റു പകർച്ചവ്യാധികളും കേരളത്തിൽ അപകടകരമായ വിധത്തിൽ ഉയരുകയാണ്. ഈ വർഷം 8 മാസം വരെ എലിപ്പനി ബാധിച്ചു മരിച്ചത് 260 പേരാണ്. കഴിഞ്ഞ വർഷം ഇത് 280 ആയിരുന്നു. ജൂണിൽ 18 പേരാണ് എലിപ്പനി ബാധിച്ചു മരിച്ചത്. ജൂലൈയിൽ 27 പേർ. ഓഗസ്റ്റ് വരെ 25 പേരും മരണപ്പെട്ടു. എക്കാലത്തെയും ഉയർന്ന എലിപ്പനി കണക്കാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത്. 2022-ൽ 2482 പേർക്കായിരുന്നു രോഗബാധ, 121 മരണം. സംശയ പട്ടികയിലെ മരണങ്ങൾ കൂടി ചേർത്താൽ 2021 മുതൽ 822 പേരാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത്. പ്രളയമുണ്ടായ 2018-ൽ പോലും സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 32 പേർ മാത്രമാണ് എലിപ്പനി ബാധിച്ചു മരിച്ചത്. രോഗക്കണക്ക് ഉയരുന്നതിന്റെ കാരണം താഴെത്തട്ടിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിലും നിരീക്ഷണത്തിലും ഉണ്ടായ പോരായ്മയാണെന്നാണ് ഉയരുന്ന വിമർശനം. മാത്രമല്ല, മഞ്ഞപ്പിത്തവും സംസ്ഥാനത്ത് വ്യാപിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചങ്ങരോത്ത് പഞ്ചായത്തിൽ 200 പേർക്കായിരുന്നു രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗവർദ്ധനവ് കാരണം കൃത്യമായ കണക്കുകളും ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്നില്ല. ജനം, തിരുവനന്തപുരം.